നമസ്കാരം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയെ ജീവനോട് ഉണ്ട് എന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സ്ഥിരീകരണം എത്തിയതിനു പിന്നാലെ മറ്റൊരു വിവരം കൂടി പുറത്തുവരികയാണ്. അതായത് മുസ്തഫ ഖമേനി റഷ്യയിൽ ചികിത്സയിലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഖമേനിക്ക് സുരക്ഷ ഒരുക്കുകയാണ് റഷ്യ. മുസ്തഫ ഖമേനിയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഖമേനിയുടെ സന്ദേശങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നതും IRGC ഉദ്യോഗസ്ഥരാണ്. US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നത്. ഈ ആക്രമണത്തിലാണ് മുസ്തഫയ്ക്കും പരിക്കേറ്റു എന്നതാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു എന്നും അലി ഖമേനിക്ക് പിന്നാലെ മുസ്തഫയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നത്. ഇതോടെയാണ് മുസ്തഫ ജീവനോടെ ഇല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ ആക്കം കൂടിയതും. എന്തായാലും റഷ്യയുടെ സംരക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം ഇപ്പോൾ. അതായത് റഷ്യ ചികിത്സ വാഗ്ദാനം ചെയ്തതോടെയാണ് അദ്ദേഹം അവിടേക്ക് പോയത്. ഇക്കാര്യം പുടിൻ, അതായത് റഷ്യയുടെ പുതിൻ പ്രത്യേക സൈനിക വിമാനത്തിലാണ് മുസ്തഫയെ മോസ്കോയിലേക്ക് കൊണ്ടുപോയത്. ഒഴിപ്പിക്കൽ അതീവ രഹസ്യമായി നടത്തിയെന്നും പരമോന്നത നേതാവുമായുള്ള അടുപ്പമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് തങ്ങൾക്ക് വിവരം ലഭിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയും ഭരണസിരാ കേന്ദ്രവുമായ ക്രെംലിനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു റഷ്യൻ നയതന്ത്രജ്ഞൻ ദിമിത്രി പെസ്കോവ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിച്ചിരുന്നില്ല. മുസ്തഫ ജീവനോടെ ഇല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉൾപ്പെടെയുള്ള അതീവ നിയന്ത്രണത്തിലാണ്. മുസ്തഫ ഖമേനിയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും അതായത് IRGCയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്തഫ ജീവനോടെ ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചതും. മുസ്തഫയുടെ ആരോഗ്യ നിലയെക്കുറിച്ച് US പലപ്പോഴായി തന്നെ പ്രസ്താവന നടത്തുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോയി എന്നുവരെയാണ് US ആരോപിച്ചിരുന്നത്. എന്തായാലും US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും പിന്നാലെയായിരുന്നു ഈ പരുക്കും പ്രശ്നങ്ങളും എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത്. എന്തായാലും സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത്. എന്നാൽ അദ്ദേഹം റഷ്യയിൽ ഉണ്ട് എന്നുള്ള ഈ സ്ഥാപിച്ച പുതിയ റിപ്പോർട്ടോടുകൂടി ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമാവുകയാണ്.